ഫിഖ് 83 ബാങ്കിന്റെ സുന്നത്തുകൾ തുടർച്ച. 16ാമത്തെ സുന്നത്ത് അൻ യഖറഅ ബൈനൽ അദാനി വൽ ഇഖാമത്തി ആയത്തുൽ കുർസി. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ആയത്തുൽ കുർസി ഓതുക. വലിയ പ്രതിഫലം വാഗ്ദത്തം ചെയ്യപ്പെട്ട പുണ്യകർമ്മമാണ് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ആയത്തുൽ കുർസി ഓതുക എന്നത്. 17 തഖീറുൽ ഇഖാമത്തി ബിഖദ്രി മാ യജ്തമിഉൻ നാസു ഇല്ലാ ഫിൽ മഗ്രിബ്. ബാങ്ക് വിളിച്ച ഉടനെ തന്നെ ഇഖാമത്ത് വിളിച്ച് ജമാഅത്ത് നടത്തുന്നതിന് പകരം ബാങ്ക് കേട്ടിട്ട് ജനങ്ങളൊക്കെ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്ന സ്ഥലത്ത് സംഘടിക്കാൻ ആവശ്യമാകുന്ന ഒരു ടൈം കണ്ട് ഇഖാമത്ത് വൈകിക്കൽ സുന്നത്താണ്. എന്നാൽ മഗ്രിബിന് ഇത് ബാധകമല്ല. മഗ്രിബിന്റെ സമയം വളരെ കുറവായതുകൊണ്ട് ബാങ്ക് വിളിച്ച ഉടനെ തന്നെ മഗ്രിബും ഇഖാമത്തും വിളിച്ചിട്ട് മഗ്രിബ് നിസ്കരിക്കണം. 18ാമത്തെ സുന്നത്ത് അൻ യകൂനൽ മുഖീമു ഹുവൽ മുഅദ്ദിൻ. ബാങ്ക് വിളിച്ച ആള് തന്നെ ഇഖാമത്ത് കൊടുക്കലാണ് ഏറ്റവും നല്ല സുന്നത്ത്. ബാങ്ക് ഒരാളും ഇഖാമത്ത് വേറെ ആളും എന്നതല്ല. 19 അൻ തകൂനൽ ഇഖാമത്തു ഫി ഗൈരി മൗദിഇൽ അദാനി. ബാങ്ക് വിളിച്ച സ്ഥലത്ത് അല്ലാത്തയിടത്ത് വെച്ച് ഇഖാമത്ത് കൊടുക്കുക. രണ്ടിനും കൂടി ഒറ്റ സ്ഥലത്തും സ്ഥലമല്ലാതിരിക്കുക എന്നർത്ഥം. 20 അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ലൽ ഇഖാമത്തി. ഇഖാമത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. 21 അസ്സലാത്തു വസ്സലാമു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദഹുമാ. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുക. സുമ്മ ദുആഉ ബിൽ മഅസൂർ. പിന്നീട് നബിത്തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദുആ നിർവഹിക്കുക. വതുസന്നു സ്വലാത്തു വസ്സലാമു വദ്ദുആഉ ലിസ്സാമിഇ അയ്വൻ. ഈ പറഞ്ഞ സ്വലാത്തും സലാമും ദുആവും ബാങ്കും ഇഖാമത്തും കേട്ടവർക്കും സുന്നത്തുണ്ട്. ഇങ്ങനെ 21ഓളം സുന്നത്തുകൾ ബാങ്കിനും ഇഖാമത്തിനുമായിട്ട് കർമ്മശാസ്ത്ര ഉലമാ വിശദീകരിച്ചിട്ടുണ്ട്, ഫുഖഹാ പറഞ്ഞിട്ടുണ്ട്. അവസാനമായി 21ാമത്തെ സുന്നത്തായിട്ട് പറഞ്ഞത് ദുആ ആണ്. ആ ദുആനെ കുറിച്ചാണ് ഇനിയുള്ള സംസാരം. ദുആയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മൾ ദുആന്റെ തുടക്കം ഉഷാറായി പറയും, അവസാനം എത്തുമ്പോഴേക്ക് ദുആ സമ്പൂർണമാവാതെ സമാപിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും കണ്ടുവരുന്നു. അതിനു പകരമായി ആദ്യാവസാനം വരെ ശ്രദ്ധയോടുകൂടെ ഈ ദുആ നിർവഹിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണിത്. നമ്മൾ ചോദിച്ചില്ലെങ്കിലും അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ചോദിക്കുക വഴി നമ്മുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ദുആ നടത്തിയാൽ മഹാനായ നബി തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കുമെന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്യാവസാനം ശ്രദ്ധയോടുകൂടെ ഈ ദുആ സമ്പൂർണമായി നടത്താൻ നാം ശ്രമിക്കണം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മത്തി വസ്സലാത്തിൽ ഖായിമ വസ്സലാത്തിൽ ഖായിമത്തി ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅ വബഅത്ഹു മഖാമൻ മഹ്മൂദൻ الذي വഅദതഹു വർസുഖനാ ശഫാഅതഹു യൗമൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. ഇതാണ് നമ്മൾ നടത്തേണ്ട ദുആ. അല്ലാഹുമ്മ അല്ലാഹുവേ റബ്ബ ഹാദിഹി ദഅവതി താമ്മത്തി, ഈ സമ്പൂർണമായ വിളിയുടെ രക്ഷിതാവായ അല്ലാഹുവേ. ബാങ്ക് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ തൗഹീദ് പ്രകാശിപ്പിക്കുന്ന സുന്ദരമായ ക്ഷണമാണ്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ സമ്പൂർണമായ വിളിയുടെ രക്ഷിതാവ് അല്ലാഹുവാണ്. ആ അല്ലാഹുവേ, സ്വലാത്തിൽ ഖായിമ, ഇവിടെ നിലനിൽക്കാൻ പോകുന്ന നടക്കാൻ പോകുന്ന നിസ്കാരത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ,
ആത്തി മുഹമ്മദൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ നൽകണം. അൽ വസീലത്ത വൽ ഫളീല, വസീല ഫളീല എന്നീ രണ്ട് സ്ഥാനങ്ങളെ, വദ്ദറജത റഫിഅത്ത ഉയർന്ന പദവികളെയും, വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅദ്ത നീ വാഗ്ദത്തം ചെയ്തിട്ടുള്ള മഖാമും മഹ്മൂദ് ആ സ്തുത്യർഹമായ സ്ഥാനത്തേക്ക് മഹാനായ നബി തങ്ങളെ നീ നിയുക്തനാക്കണം. വർസുഖനാ ഷഫാഅത്തുഹു യൗമൽ ഖിയാമത്തി അന്ത്യനാളിൽ അവിടുത്തെ ഷഫാഅത്തൊക്കെ ഞങ്ങൾക്ക് നൽകണം. ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ് നീ വാഗ്ദത്തം ലംഘിക്കാത്തവനാണ് എന്നർത്ഥം വരുന്ന ഈ ദുആ ആണ് നിർവഹിക്കേണ്ടത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ ഖാല ഹീന യസ്മഉൻ നിദാഅ ബാങ്ക് കേൾക്കുന്ന സമയത്ത് ആരെങ്കിലും പറഞ്ഞാൽ അഥവാ അതിനുശേഷം പറഞ്ഞാൽ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅദ്ത എന്ന് പറഞ്ഞാൽ, ഹല്ലത്ത് ലഹു ഷഫാഅത്തി യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ എൻ്റെ ഷഫാഅത്ത് അവന് ലഭിച്ചു എന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. റവാഹുൽ ഇമാമുൽ ബുഖാരിയു. ഈ ഹദീസില് വദ്ദറജത റഫിയ ഇല്ല, അത് വേറെ റിപ്പോർട്ടിൽ നിന്ന് എടുത്തതാണ്. അതുപോലെ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ് ഈ റിപ്പോർട്ടിലില്ല, വേറെ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ വ്യത്യസ്ത റിപ്പോർട്ടുകൾ സമാഹരിച്ചുകൊണ്ടാണ് ഈ ദുആ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസില് എൻ്റെ ഷഫാഅത്ത് ലഭിച്ചു എന്ന ആ ഭാഗം അടിസ്ഥാനപ്പെടുത്തി വർസുഖനാ ഷഫാഅത്തുഹു യൗമൽ ഖിയാമ എന്നുകൂടെ ഈ ദുആയിൽ കൂട്ടിച്ചെല്ലാൻ വേണ്ടി മഹാന്മാരായ ആലിമീങ്ങൾ ഫുഖഹാ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറക്കാതെ അശ്രദ്ധരാവാതെ ആദ്യാവസാനം ഈ ദുആ നടത്തണമെന്ന് വിനീതമായി അറിയിക്കുകയാണ്.